എല്ലാവരും ഉഷാറല്ലേ? ആണോ? ശരിക്കും ഉഷാറാണോ എല്ലാവരും? നമുക്ക് ഒരുമിച്ച് ഒരു വലിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കാം. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് വലിയ കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലും സാംസ്കാരിക തലത്തിലും സാമൂഹിക തലത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് നല്ല വാർത്തകൾ കൊണ്ടുവരിക, നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നീതി നേടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പുതിയ പോരാട്ടത്തിലൂടെ നമുക്ക് തുടക്കം കുറിക്കാം. അതിന് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു വേദിയാണ് വൈറ്റ് സ്വാൻ ടിവിയുടെ പ്ലാറ്റ്ഫോം എന്ന് ഉറപ്പു നൽകുന്നു. മാധ്യമപ്രവർത്തകരാകാൻ വേണ്ടി അല്ലെങ്കിൽ കുറെ കാലമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന കുറെ ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. നല്ല വാർത്തകൾ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ വാർത്തകൾ സത്യസന്ധമായി കണ്ടെത്താനുള്ള ശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിൽ കുറെ കാലം തിളങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ചു കാലൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ പ്രായത്തിൽ പോലും നമ്മൾ അപ്പോഴും ഒരു 100% മാധ്യമപ്രവർത്തകൻ തന്നെ ആയിരിക്കണം. നമ്മുടെ മനസ്സ് മാറാൻ പാടില്ല. 2 ആഴ്ച അത് കഴിഞ്ഞാൽ ജനങ്ങൾ മറക്കും. എല്ലാ വാർത്തയും എല്ലാ കാലത്തും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് വെച്ചുകെട്ടലുകളില്ലാതെ ഏച്ചുകെട്ടലുകളില്ലാതെ വളരെ കൃത്യമായി അത് പറയാൻ പറ്റുന്ന അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ. അപ്പൊ നമ്മൾ ഈ ഷോർട്ട് ടൈം ഒരു വീഡിയോയിലേക്ക് 1 മിനിറ്റ് ഓൺ ദ ഫോക്കസ് ആയിരുന്നു യുവർ ഹിപ്നോട്ടൈസ് എന്ന് പറയുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ആത്മബോധം ഉണ്ടാക്കിയെടുക്കുക, സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത് പോരാടാനുള്ള വീര്യം ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ദിവസമായി ഉണ്ടാവും എന്നുള്ള ഒരു ഫലത്തോടുകൂടി പോവുക. നമ്മൾ ക്ലറിക്കൽ ജോലിയല്ല ചെയ്യുന്നതും മറ്റുള്ള ഒരു ജോലിയുമല്ല ചെയ്യുന്നതും മാധ്യമപ്രവർത്തകന്റെ ജോലി എന്ന് പറയുന്നത് സമൂഹവുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണെന്നൊരു ബോധ്യം കൂടി നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വൈറ്റ് സ്വാൻ ടിവി ന്യൂസിന്റെ കുടുംബത്തിലേക്ക് അംഗമാകാൻ തന്നെ തീരുമാനിച്ചു.